വർഷത്തോളമായിട്ട് യൂറിനറി ഇൻഫെക്ഷൻ ആയിരുന്നു. പല ഡോക്ടേഴ്സിനെയും കാണും. പിന്നെ അവരൊക്കെ എനിക്ക് ആന്റിബയോട്ടിക്സും മെഡിസിൻസും ഒക്കെ തരും. പക്ഷെ അത് കഴിച്ചു കഴിഞ്ഞ് പിന്നെ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് അതിന്റെ എഫക്റ്റ് പോയി കഴിയുമ്പോൾ പിന്നെ എനിക്ക് ഇൻഫെക്ഷനാ. അങ്ങനെ എനിക്ക് ഭയങ്കര മാനസികമായും ശാരീരികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത്. അപ്പം ഇങ്ങനെ ഇതിങ്ങനെ ഞാൻ ഒരുപാട് ഇങ്ങനെ ആലോചിച്ച് തന്നെ ഇതിനൊരു പ്രതിവിധി, കാരണം ഇതൊരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. പിന്നെ ഭാവി കിഡ്നിക്കൊക്കെ പ്രശ്നം വരും, ഡയബറ്റിക് ഉണ്ട്. അങ്ങനെയൊക്കെ ഇരുന്നപ്പോഴാണ് അഞ്ജു മാഡം, എന്റെ നെയ്ബറാണ് അഞ്ജു മാഡം, എന്തോ ബിസിനസ് ചെയ്യുന്നുണ്ട്, ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടാന്നുള്ളത് എനിക്കറിയായിരുന്നു. കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയാലായിരുന്നു. അപ്പൊ ഞാൻ അഞ്ജു മാഡത്തിന്റെ അമ്മ ചേച്ചി എന്റെ ഫ്രണ്ടാണ്, ചേച്ചിയോട് ഞാൻ ചോദിച്ചു ഇങ്ങനെ ഇതിനൊരു സൊല്യൂഷൻ അഞ്ജുവിന്റെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചപ്പോ ചേച്ചി പറഞ്ഞു വീട്ടിലോട്ട് വാ, സംസാരിക്കാമെന്ന് പറഞ്ഞ് ഞാനും മോളും കൂടെ അഞ്ജു മാഡത്തിനെ പോയി കണ്ടു. അപ്പം MI ലൈഫ് സ്റ്റൈലിനെ കുറിച്ചും നമ്മുടെ എലമെന്റ്സ് ബ്രാൻഡിനെ കുറിച്ചും എല്ലാം അപ്പോഴാണ് ഞാൻ കേൾക്കുന്നത്. എനിക്കെല്ലാം വിശദമായിട്ട് പറഞ്ഞു തന്നു. പിന്നെ മാഡം ഒരു BSc നേഴ്സ് ആയതുകൊണ്ട് തന്നെ എന്നോട് പറഞ്ഞു നമുക്ക് ആദ്യം ബ്ലഡ് ടെസ്റ്റ് എടുക്കാം, ബ്ലഡ് ടെസ്റ്റ് എടുത്ത് നോക്കിയിട്ട് നമുക്ക് ഞാൻ സപ്ലിമെന്റുകൾ തരാമെന്ന് പറഞ്ഞ് ബ്ലഡ് ടെസ്റ്റ് എടുത്തപ്പോ എനിക്ക് വേണ്ട സാധനങ്ങളൊന്നും ഇല്ല, വേണ്ടാത്തതൊക്കെ കൂടുതലുണ്ട് താനും. അങ്ങനെ അത് ഈ ഇംഗ്ലീഷ് മെഡിസിൻ കഴിച്ചത് കൊണ്ട് തന്നെ എനിക്ക് ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എൻസൈം കൂടുതലായി. അത് ഒരു 3 മാസത്തിന് മേലിൽ അങ്ങനെ ഞാൻ കഴിച്ചായിരുന്നു. പിന്നെ ബ്ലാഡറിന് കട്ടി കൂടി, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സ്കാനിങ് ഒക്കെ ചെയ്തു. അങ്ങനെ എനിക്ക് ഒരുമാതിരിപ്പെട്ട കുറെ സപ്ലിമെന്റുകളെല്ലാം തന്നു. പിന്നെ ഒരു മാസത്തേക്കുള്ള സപ്ലിമെന്റുകളുമായിട്ട് വീട്ടിൽ വന്നിട്ട് എനിക്ക് അപ്പോഴും ഒരു പേടി ഉണ്ടായിരുന്നു. കാരണം ഇത് നമ്മള് ഇത്രയും നാളും ഡോക്ടേഴ്സിനെ ഒക്കെ കണ്ട് മേടിച്ചത് ഇപ്പം അഞ്ജു ഒരിക്കലും എന്നെ ചതിക്കുകയില്ലെന്ന് അറിയാം. കാരണം നമ്മൾ വർഷങ്ങളായിട്ട് അറിയാവുന്നതാണ്. എനിക്ക് ദോഷം വരുന്നൊന്നും ചെയ്യുകയില്ലെന്നും എനിക്കറിയാം. എങ്കിലും മനസ്സിനൊരു ഇതായിരുന്നു കഴിക്കാനായിട്ട്. പിന്നെ വീട്ടിലെല്ലാരും പറഞ്ഞു കഴിക്കാൻ തുടങ്ങിക്കോ, ഒന്നും പേടിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കഴിക്കാൻ തുടങ്ങി. 3 ദിവസം കഴിഞ്ഞപ്പോഴേ എന്റെ ശരീരത്തിന് വരുന്ന മാറ്റങ്ങൾ എനിക്ക് അറിയാൻ പറ്റി. കാരണം ഞാൻ എപ്പോഴും എന്നെ കണ്ടാൽ എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഉള്ളതായിട്ട് തോന്നത്തില്ല. പക്ഷെ എനിക്ക് എപ്പോഴും ഒരു വയ്യാഴിക, എന്റെ മനസ്സെത്തുന്നിടത്ത് എന്റെ ശരീരം എത്താത്ത ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ. അങ്ങനെ 3 ദിവസം കഴിഞ്ഞപ്പോഴേ ഞാനും ഹാപ്പി ആയി. കാരണം ഇത് വർക്കൗട്ട് ആവുന്നുണ്ടല്ലോ. എനിക്ക് നല്ല നല്ല മാറ്റമായിരുന്നു എനിക്ക് ഫീൽ ചെയ്തത്. അത് അഞ്ജുമാടും ചേച്ചി എന്നെ വിളിച്ചന്വേഷിക്കുന്നുണ്ട്. കാരണം നെയ്ബറും കൂടെ ആയതുകൊണ്ടും നമ്മള് തരുമ്പോഴത്തേക്ക് കൂടുതൽ എല്ലാവരോടും കെയറിങ് വേണം. എങ്കിലും കാരണം ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു റിവ്യൂ വരരുതല്ലോ. അപ്പൊ ഒരാഴ്ചയൊക്കെ ആയപ്പോഴത്തേക്ക് ഇൻഫെക്ഷൻ പൂർണ്ണമായിട്ടും മാറി. അതിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ മാറി. ഞാൻ നല്ല ഹെൽത്തിയും ഹാപ്പി ആയിട്ട് മനസ്സിൽ ശരീരം എന്റെ നല്ല ഇതായി. അങ്ങനെ പിന്നെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചു. പിന്നെ ഫാറ്റി ലിവർ ഒക്കെ എനിക്ക് എപ്പോ സ്കാൻ ചെയ്താലും എനിക്ക് പിത്തസഞ്ചിക്ക് വീക്കം ഉണ്ടായിരുന്നു. അതുപോലെ ഫാറ്റി ലിവർ ഇങ്ങനെ വീർത്ത് പൊട്ടാറായിരിക്കുന്നത് പോലത്തെ ഒരു അവസ്ഥയിലായിരുന്നു. അതുപോലെ എനിക്ക് ഹെവി ആയിട്ടുള്ള എന്തെങ്കിലും ഫുഡ് ലഞ്ചിന് കഴിച്ചാൽ എനിക്ക് പിറ്റേ ദിവസം രാവിലെയൊക്കെ ആകും ചിലപ്പോ അത് വയറൊന്ന് ഫ്രീ ആകാനായിട്ട്. അങ്ങനെ ദഹനത്തിന്റെ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഇത് കഴിച്ചതോടുകൂടി അതെല്ലാം എനിക്ക് മാറി. പിന്നെ അങ്ങനെ ആയപ്പോഴത്തേക്ക് പിന്നെ ഈ ആദ്യം മോക്ക് ഐഡിയിട്ടാ നമ്മള് പ്രോഡക്റ്റുകളൊക്കെ എടുത്തത്. അപ്പൊ ഇതിന്റെ ബിസിനസിനെ കുറിച്ച് അഞ്ജു മാഡം എന്നോട് പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു ബിസിനസ്സിലേക്കില്ല, എനിക്കത് പറ്റത്തില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇത് അപ്പം എന്റെ കസിൻസ് ഒക്കെ ഞാനിങ്ങനെ ഇത് കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ അവര് എലമെന്റ്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെ കിട്ടും എന്നുള്ള ഒരു അത് അവർക്ക് അറിയത്തില്ലായിരുന്നു. അപ്പൊ എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ ഇത് കൊടുക്കാൻ തുടങ്ങി. അന്നേരം പിന്നെ അങ്ങനെ ഞാൻ ഈ ബിസിനസ്സിലേക്ക് വരുന്നത്. അപ്പം എന്റെ കസിന് പിത്തസഞ്ചിയിൽ കല്ലായിട്ട് ഡോക്ടർ ഓപ്പറേഷൻ പറഞ്ഞിരുന്ന ആവശ്യം നമ്മുടെ പ്രോഡക്റ്റ് കഴിച്ച് 3 മാസം ആയപ്പോഴേ അവരുടെ ഫാമിലിയിലും ഡോക്ടേഴ്സ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഒരു വിശ്വാസക്കുറവുണ്ടായിരുന്നു. കേൾക്കാമോ സാർ? കേൾക്കാം, പറഞ്ഞോളൂ. കേൾക്കാം. ഇടയ്ക്ക് വേറെ ശബ്ദം കേൾക്കും. അപ്പം 3 മാസം ആയപ്പോഴത്തേക്ക് 6 മാസം കഴിച്ചിട്ട് സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവർക്ക് ഒരു വിശ്വാസക്കുറവായിട്ട് 3 മാസം കഴിഞ്ഞപ്പോഴും നമ്മൾ അറിയാതെ അവർ സ്കാൻ ചെയ്തത്. പക്ഷെ റിസൾട്ട് കണ്ടപ്പോൾ അവർക്ക് തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. ആ കല്ല് കാണാനേ ഇല്ല, വലിയൊരു കല്ലായിരുന്നു, അത് കാണാനേ ഇല്ല. അല്ലെങ്കിൽ പിന്നെ അതും കൂടെ ഒക്കെ ഓപ്പറേഷൻ ചെയ്യേണ്ട ഒരു അവസ്ഥയല്ലായിരുന്നു, അതിൽ നിന്ന് മാറിയില്ല. അതുപോലെ വെരിക്കോസിന്റെ പ്രശ്നം, പൈൽസിന്റേത്, ഇതിനെല്ലാം എന്നോട് പ്രോഡക്റ്റ് ഒന്ന് പറയോ? ഒത്തിരി നീണ്ടു പോകുന്നതുകൊണ്ടാ പറയാത്തത്. കവചപ്രാശം, യൂറിഫ്ലഷ്, പിന്നെ 95 അങ്ങനെ കുറെ പ്രോഡക്റ്റുകൾ കൊടുത്തു.
പിന്നെ വെരിക്കോസിന്റെ ബ്ലഡ് പ്യൂരിഫയർ ഇതെല്ലാം ഒരാൾക്ക് ആയതുകൊണ്ട് ഇത് കുറെ പിന്നെ സപ്ലിമെന്റുകൾ കൂടുതലായിട്ട് കൊടുക്കേണ്ടി വന്നു. എല്ലാത്തിനും ഉള്ളത് വേണമല്ലോ. അങ്ങനെ ആള് ഹാപ്പിയായി. പീരീഡ്സിന്റെ പ്രശ്നങ്ങളായിരുന്നു, എപ്പോഴും ബ്ലീഡിങ്ങും നമ്മുടെ ബ്ലീഡിങ്ങും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് അയൺ ടാബ്ലറ്റും എല്ലാം കൊടുത്തു. ആള് നല്ല എനർജറ്റിക് ആയി. ഈ പറഞ്ഞതുപോലെ ഒത്തിരി അസുഖങ്ങളായത് കാരണം മനുഷ്യ ശരീരം തളർന്നു പോകുന്ന ഒരു അവസ്ഥയെന്നാണ് പുള്ളിക്കാരി അത്രയും മാറ്റം ആയത്. പിന്നെ എന്റെ ഒരു ഫ്രണ്ടിന് അതുപോലെ ചുമയെന്ന് പറഞ്ഞാല് ഭയങ്കര ചുമയായി. ഇവിടെ വന്നത് എന്നെ കാണാനായിട്ട് ചുമച്ചിങ്ങനെ ആള് വളഞ്ഞു കുത്തുക, വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു, വല്ലാത്തൊരു സൗണ്ടും ചുമയ്ക്കാൻ. അന്നേരം ഇതുപോലെ ഞാൻ നമ്മുടെ കഫ്നിൽ മുതല് കവചപ്രാശം, മറ്റേ പേര് ഞാൻ മറന്നുപോയി, ആശ്വാസം എല്ലാം കൊടുത്ത് അത് ഒരാഴ്ച ആയപ്പോഴേ എന്നെ വിളിച്ച് പറഞ്ഞു, അക്കച്ചി എനിക്ക് നല്ല മാറ്റമാട്ടോ എന്ന് പറഞ്ഞ് പുള്ളിക്കാരി നമ്മുടെ പ്രോഡക്റ്റുകളെല്ലാം ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ വീട്ടിലുള്ള സൂപ്പർ റിസൾട്ടുകൾ. സാർ, എന്റെ അമ്മയ്ക്ക് കണ്ണിന് തിമിരത്തിന്റെ ആരംഭം ഉണ്ടായിരുന്നു, ചെറുതായിട്ട്. ഓപ്പറേഷൻ ഒന്നും വേണ്ട, 6 മാസം കഴിഞ്ഞ് ഒന്നുകൂടെ നമുക്ക് നോക്കാമെന്ന്. പക്ഷെ നമ്മുടെ ഐ എനർജി ഒഴിച്ച് 3 മാസം കഴിഞ്ഞപ്പോഴേ ഞാൻ കൊണ്ടുപോയി കാണിച്ചു, കാരണം റിസൾട്ട് ഒന്ന് അറിയണമല്ലോ എന്ന് ഓർത്ത്. അപ്പം അമ്മയുടെ കണ്ണിൽ അങ്ങനെ ഒരു സാധനമേ ഇല്ല. അപ്പം പിന്നെ ഞാൻ ഈ ഡോക്ടേഴ്സിനോടെല്ലാം ഞാൻ പറയും, ഞാൻ ഇങ്ങനെ ഒരു കമ്പനി വർക്ക് ചെയ്യുന്നുണ്ട്, എന്റെ കമ്പനിയുടെ പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യുന്നുണ്ട്, എല്ലാം സപ്ലിമെന്റുകളാന്ന് പറഞ്ഞപ്പം എന്നോട് കാറ്റാസിലെ ഒരു ഡോക്ടർ എന്നോട് പറഞ്ഞത്, എന്റെ ഫാറ്റി ലിവർ ഒക്കെ നന്നായിട്ട് കുറഞ്ഞു, ഇതെല്ലാം കഴിച്ച് ഫാറ്റി ലിവർ എല്ലാം കുറഞ്ഞ ഡോക്ടർ എനിക്ക് ഷെയ്ക്കാനൊക്കെ തന്ന്. ഈ പ്രായത്തിൽ ഇങ്ങനെ ഇത്രയും ഫാറ്റി ലിവർ അല്ലെ, ഗ്രേഡ് 1 ആയി, 2 ഒക്കെ കഴിഞ്ഞു പോയതായിരുന്നു. ഗ്രേഡ് 1 ഇല്ല, ഗ്രേഡ് 1 ആയിട്ടില്ല, ഇപ്പം അത്ര ഇല്ല, ഇപ്പൊ അതിലൊക്കെ കുറഞ്ഞു. അപ്പൊ ഞാൻ അന്നേരം സാറിനോട് ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഇത് കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ കണ്ടിന്യൂ ചെയ്തോളാൻ എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതൊക്കെ ഒരുപാട് സന്തോഷമുള്ള കാര്യങ്ങള്. പിന്നെ മോക്ക് പീരീഡ്സിന്റെ പ്രശ്നങ്ങള്, അവൾക്കും ഇത് കഴിക്കാൻ ഇതെല്ലാം അവളും യൂസ് ചെയ്യുന്നുണ്ട്. ഒരു പീരീഡ്സ് കഴിഞ്ഞ് 2 ആഴ്ച കഴിയുമ്പോഴേ പ്രശ്നങ്ങൾ തുടങ്ങും. അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പം ആള് ബാംഗ്ലൂരാണ്. പോയപ്പോഴും സപ്ലിമെന്റുകളെല്ലാം കൊണ്ട് നമ്മുടെ സ്പൈറലിനൊക്കെ അവർ സ്ഥിരമായിട്ട് കഴിക്കുന്നുണ്ട്. കാരണം മെഡിക്കൽ ഫീൽഡ് ആയതുകൊണ്ട് എപ്പോഴും ഫുഡും ഒന്നും കറക്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് സ്പൈറലിനായിലൊക്കെ അവർ നിൽക്കുന്നത്. അതൊക്കെ നമുക്ക് ഒരുപാട് സന്തോഷമല്ലേ. നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന എല്ലാ പ്രോഡക്റ്റുകളിൽ നിന്ന് കിട്ടുക എന്ന് പറഞ്ഞാല് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാ ഇതെല്ലാം. പിന്നെ അങ്ങനെ ഞാൻ ബിസിനസ്സിലേക്ക് വന്നു. അതുപോലെ തന്നെ വീട്ടിൽ എന്റെ കൊച്ചുമോളുണ്ട്, അവൾക്ക് 2 വയസ്സ് മുതൽ, ഞാനിപ്പോ 2 വർഷമായി ഇതിലേക്ക് വന്നിട്ട്, 2 വയസ്സ് മുതൽ അവൾക്ക് എല്ലാ സാധനങ്ങളും കൊടുക്കുന്നുണ്ട്. നമ്മുടെ പ്രോഡക്റ്റുകളെ കുറിച്ച് ഇപ്പൊ അവളും നല്ല ബോധവതി. എനിക്കൊരു തലവേദനയാന്ന് പറഞ്ഞാൽ റോൾ ഓൺ കൊണ്ടു തരട്ടെ അമ്മീന്ന് എന്നോട് ചോദിക്കാം. കാരണം അടുത്ത തലമുറയും ഇതിനെ കുറിച്ച് നല്ലതായിട്ട് പഠിച്ചു വരുന്നു എന്നുള്ളത്, അറിയുന്നു എന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ ഇപ്പം ഞാൻ ഈ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെ സാർ, എനിക്ക് അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്തല്ലേ നിൽക്കുന്നത്. സാമ്പത്തികമായ എല്ലാ കാര്യങ്ങളും ഒരാളുടെ വരുമാനത്തിൽ നടക്കണം. അന്നേരം എന്തിനേലും നമ്മൾ ചോദിക്കുന്ന സമയത്ത് നമുക്ക് തരാൻ അവരുടെ കാണത്തില്ല. അതുപോലെ നമുക്കൊരു ഫ്രണ്ടിനോ കസിൻസിനോ ഒരു ഗിഫ്റ്റ് കൊടുക്കണേ തന്നെ നമ്മുടെ കയ്യിൽ ഉള്ള നമ്മുടെ ഹസ്ബൻഡിന്റെ വരുമാന പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഇഷ്ടമുള്ളത് മേടിക്കാൻ പറ്റുകയില്ല എന്നും പറഞ്ഞ് ഞാൻ ഒത്തിരി വിലയുള്ളതല്ല ഉദ്ദേശിച്ചത്. ഒരു 100-300 രൂപ കൂടിയാലും മേടിക്കാൻ പറ്റുകയില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് അങ്ങനെയല്ല. എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ എനിക്ക് മേടിക്കാനും, അതും എപ്പോ വേണേലും എനിക്ക് മേടിക്കാം. ആർക്കെങ്കിലും കൊടുക്കണേലും എനിക്ക് എപ്പോ വേണേലും ഇച്ചിരി വില കൂടിയാലും എനിക്ക് മേടിച്ചു കൊടുക്കാം. അതൊക്കെ ഭയങ്കര സന്തോഷമാണ്. അത് കാരണം ഈ ബിസിനസ്സിലേക്ക് വന്നതുകൊണ്ടുള്ള നേട്ടമാ. അത് എന്നെ ഇതിലേക്ക് കൊണ്ടുവന്ന അഞ്ജു മാഡത്തിന് ഞാൻ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. കാരണം ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ടും അഞ്ജു എന്നെ ചേർത്ത് പിടിച്ച് ഇവിടം വരെ എത്തിച്ചില്ലേ. അതുപോലെ തന്നെ എനിക്ക് ചനശ്ശേരിൽ എവിടെ പ്രോഡക്റ്റ് കൊടുക്കണമെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്റെ അപ്ലൈൻ ലീഡർ, എന്റെ ഷെഫീഖ് സാറും ജസ്ന മാഡവും, അവരോട് ഒരുപാട് നന്ദി. ഞാൻ എപ്പോ പറഞ്ഞാലും എന്റെ ഇതിനകത്ത് പ്രോഡക്റ്റ് എത്തിക്കണം എന്ന് പറഞ്ഞാല് ഷെഫീഖ് സാറും ജസ്ന മാഡം അത് കറക്റ്റ് ആയിട്ട് ചെയ്യും. പിന്നെ ഈ ഹെൽത്തും വെൽത്തും ഹാപ്പിനെസ്സും ഒക്കെ ആയിട്ട് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് അടിപൊളിയായിട്ട് ജീവിതം മുന്നോട്ട് പോകുന്നു സാർ. ബിസിനസ്സിൽ വന്നുകൊണ്ട് തന്നെ ഒരുപാട് നല്ല ബന്ധങ്ങള്, പിന്നെ യാത്രകള്. ഞാനൊക്കെ വീട്ടമ്മയായിട്ട് വീട്ടിൽ തന്നെ വീട്ടിലെ കാര്യങ്ങളും ചെയ്തിരിക്കുന്ന ആളാണ്. പക്ഷെ ഈ ബിസിനസ്സിൽ വന്നുകൊണ്ട് തന്നെ ഊട്ടി ട്രിപ്പ് പോയി, പിന്നെ ക്രൂയിസ് ഷിപ്പിൽ പോയി. ഇപ്പൊ ഞങ്ങള് നെല്ലിയാമ്പതി പോയിട്ട് വന്നിട്ട് 2 ആഴ്ച ആയുള്ളൂ. ഇനി ഞങ്ങൾ ഊട്ടി ഗോവ വിൻ ചെയ്തിട്ടുണ്ട്. അതെല്ലാവരും ഒക്കെ ആയിട്ട് അടിച്ചു പൊളിച്ചു പോകുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്.
പിന്നെ ദൈവം ആയുസ് തന്നിട്ടുണ്ടെങ്കിൽ ആരോഗ്യത്തോടെ ഇരിക്കാൻ നമ്മുടെ സപ്ലിമെന്റുകൾ നമ്മുടെ കയ്യിലുണ്ട്. അതിലുള്ള വിശ്വാസം കൊണ്ട് നമുക്ക് നമ്മൾ ഉപയോഗിച്ചത് കൊണ്ട് നമുക്ക് മറ്റുള്ളവരോട് നമുക്ക് അവരുടെ കണ്ണിൽ നോക്കി നെഞ്ചുറപ്പോടെ പറയാം, ഇത് ഞാൻ ഉപയോഗിച്ചതാണ്, ഇതിന്റെ റിസൾട്ട് ഇതാണ്, നീ ഉപയോഗിച്ചോ എന്ന് ധൈര്യമായിട്ട് പറയാം. അതൊക്കെ ഒരുപാട് സന്തോഷമുള്ള കാര്യങ്ങളാണ്. അത് എനിക്ക് ഇത്രയൊക്കെ ഉള്ളു സാർ പറയാൻ. പിന്നെ എന്നെ വിളിച്ച സാറിനും, സുമേഷ് സാറിനും, ശിവൻകുട്ടി സാറിനും,